അപ്പോൾ അമ്മ എന്തായാലും അമ്മയും അതേ ചേട്ടനും എല്ലാം ഇവിടെ എത്തിയതിലും ഞങ്ങളെ കാണാൻ വന്നതിലും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. അമ്മ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? അല്ല, എല്ലാവരും പറയും രണ്ട് മക്കളും ഇങ്ങനെ എയർഫോഴ്സിൽ പോയല്ലോ ആദ്യമേ, ഞങ്ങളപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞയച്ചല്ലോ, അതിനെന്താ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ, നാടിന് വേണ്ടിയല്ലേ അവർക്ക്. അതുകൊണ്ട് എനിക്കിഷ്ടമാണ്, വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. അതുപോലെ അഞ്ജലി നമ്മുടെ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ സിനിമയില് മേജർ രവി സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നിരുന്നു. വന്ന് സാറിന് വിഴിഞ്ഞത്ത് ഈ സിനിമ ഓപ്പൺ ചെയ്തപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് ഈ ബോക്സ് ജാഥയായിട്ട് കൊണ്ടുപോയത്. തിയേറ്ററിൽ ഉദ്ഘാടനം ഞങ്ങളെയും കൂടെ കൊണ്ടുപോയി. ഭയങ്കര ജനം. ആ ഒരു സിനിമയില് കൃത്യമായിട്ട് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് എന്ന പേരും അദ്ദേഹത്തിന്റെ ഒരു യാത്രയും ആ ഒരു ക്യാരക്ടർ തന്നെ അതില് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സിനിമ അമ്മ കാണാൻ പോയി. അത് ഇഷ്ടപ്പെട്ടു? ഇഷ്ടമാണ്. എന്റെ പടം എവിടെ വെച്ച് കണ്ടാലും ഞാൻ നിന്ന് നോക്കും. എങ്ങനെയാണ് അപ്പൊ അമ്മ അറിഞ്ഞത്? എങ്ങനെയാണ് അവര് അവിടുന്ന് ഇതുപോലെ ലെറ്റർ അയച്ചോ? അതോ ഇല്ല 7-ാം തീയതി മരിച്ചെങ്കിൽ 8-ാം തീയതിയാണ് ജഡം മലയുടെ മുകളിലായിരുന്നല്ലോ. അപ്പൊ വെടികൊണ്ട് ചെതറിപ്പോയി, എല്ലാം കൈയും കാലും ഒക്കെ അങ്ങ് ചെതറിപ്പോയി, തലയൊക്കെ 4-5 വെടികൊണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വാരി പിറ്റെന്നാണ് അവരവിടെ നിന്ന് താഴെ, ഈ കൂടെ 2 പേരുണ്ടായിരുന്നു, അവരെ ആദ്യം താഴെ ഇറക്കിയിട്ടാണ് ഇവൻ മേളിലോട്ട് കയറിപ്പോയി പിന്നെയും വെടി കൊള്ളുന്നത് ഇവന്. അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് ഇവൻ മരിക്കുന്നത് തന്നെ അറിയുന്നത്, അല്ലെങ്കിൽ ആരും അറിയില്ല, മലയുടെ മുകളിലല്ലേ. അങ്ങനെ 8-ാം തീയതിയാണ് ഞങ്ങൾ അറിയുന്നത്. അവിടുന്ന് ഫോൺ വിളിച്ച് കെ കരുണാകരനായിരുന്നു അന്നത്തെ മന്ത്രി, അവിടെ അവർ വിളിച്ച് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ക്രിസ്ത്യൻ പയ്യൻ മരിച്ചിട്ടുണ്ട്, ആരാണെന്ന് അറിയില്ല എന്ന്. അങ്ങനെയാണ് പിന്നെ വെങ്ങാനൂരിൽ ഞങ്ങളാണെന്ന് അറിഞ്ഞു. ഞാനന്ന് തൈക്കാട് ആശുപത്രിയിൽ ജോലിയിൽ ഇരിക്കുകയായിരുന്നു. അത് ശരി. അങ്ങനെ അവിടുത്തെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, പിന്നെ എന്നെ അവർ വീട്ടിൽ കൊണ്ടാക്കി. ഈ ഐഡന്റിറ്റിയുടെ ഒരു ഇതുണ്ട് അവരുടെ, അത് വെച്ചിട്ടാണ് അവനെന്ന് അറിയുന്നത്. അല്ലാതെ ഒരു പെട്ടി കൊണ്ടൊന്നും അല്ലാതെ എൻ്റെ അടുത്ത് എന്തൊന്നുണ്ടെന്നും ഞങ്ങളെ കാണിച്ചില്ല. കാണിക്കാൻ പറ്റിയില്ല, പറ്റൂല അവർക്ക്. അതെ. അപ്പൊ അവസാന നിമിഷം പോലും അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പറ്റിയിട്ടില്ല. ഇല്ല. ഇന്നും ചെറിയ പലർക്കും പട്ടാളക്കാരൻ പറയുമ്പോൾ പുച്ഛമാണ്. പക്ഷേ ഗാർഗിലൊക്കെ ചെന്ന് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, 2 പ്രാവശ്യം പോയി എന്നെ വിളിച്ചിരുന്നു അവിടെ. അവിടെയൊക്കെ കാണണം. ആ കുന്നുമലയിൽ മഞ്ഞൾ ഈ പട്ടാളക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട സഹിക്കില്ല. രാത്രിയും പകലും അങ്ങ് മലയുടെ മേളിലാണ്, ഭക്ഷണവും ഇല്ലാതെ എന്ത്. പക്ഷെ ഇവിടെ വരുമ്പോൾ പട്ടാളക്കാരനാ, അവിടെ ചെന്ന് കണ്ട നമുക്കത് അപ്പോഴേ അതിന്റെ വില അറിയാം, ഒരു പട്ടാളക്കാരന്റെ വില. പക്ഷെ അമ്മയ്ക്ക് എന്തായാലും എന്നും ഓർക്കാനായിട്ട്, അഭിമാനിക്കാനായിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. ഇത്ര വർഷമായിട്ടും ഓരോ നിമിഷങ്ങൾ അമ്മയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഈ ഒരു റെഡ് तेरी मिट्टी